ജമ്മു കാശ്മീരിലെ സോനാമാർഗിൽ ഹിമപാതം എന്നുള്ളൊരു വിവരമുണ്ട്. ഗന്ധർബാലിലെ ടൂറിസ്റ്റ് റിസോർട്ടിൽ അവിടെയാണ് ഹിമപാതം ഉണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണല്ലേ കാണുന്നുണ്ട്. അപ്പോൾ ആളപായമില്ല എന്നുള്ളത് ആശ്വാസമാണ്. എപ്പോഴാണ് ഈ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? വിവരങ്ങൾ. പൂജ, ഗുഡ് മോർണിംഗ്. പൂജ പറഞ്ഞതുപോലെ ഒരു ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണെങ്കിൽ കൂടിയും നമുക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഗന്ധർബാലിലെ സോനാമാർഗിൽ റിസോർട്ടിൽ ഈ തൊട്ടടുത്തുണ്ടായിരുന്ന മഞ്ഞുമല ഇടിഞ്ഞ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹിമപാതം ഉണ്ടായിരിക്കുന്നത്. ഈ ഹിമപാതത്തെ തുടർന്ന് ഈ റിസോർട്ട് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നാണ് ഈ ജമ്മു കാശ്മീരിലെ വിവിധ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഈ ഹിമപാതം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് അതിന് തൊട്ടും മുമ്പ് തന്നെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഏറെക്കുറെ ഒഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ, അതായത് ആളപായവും മറ്റും ഉണ്ടാകാത്തതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ആ മേഖലയിൽ ഈ പരിശോധനയും മറ്റും നടക്കുന്നുണ്ട്. ഈ കനത്ത മഞ്ഞുവീഴ്ച ജമ്മു കാശ്മീരിലെ പല മേഖലയിലുമുണ്ട്. പീർപഞ്ചൽ മേഖലയിലൊക്കെ ഇന്നലെ രാത്രി മുഴുവൻ വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ആയിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെ ഈ സോനാമാർഗിലെ ഈ അപകടം നടന്ന, അതായത് ഹിമപാതം നടന്ന മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 1-2 പേർക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടത്ര ചികിത്സയൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പൊതുവെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ തണുപ്പ് കൂടുന്നുണ്ട്. ഈ മണാലി അതുപോലെ തന്നെ സിംല മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉത്തരാഖണ്ഡിലെ പല മേഖലകളിലും നല്ല തോതിലുള്ള മഴ ഉണ്ടായിരുന്നു. ഹരിദ്വാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആലിപ്പഴ വർഷം നടന്നതായുള്ള റിപ്പോർട്ടുകളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിലുമൊക്കെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. കാരണം സാധാരണ ഈ ജനുവരിയിലേക്ക് ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ തണുപ്പ് കുറയുകയാണ് സാധാരണ ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ മഴ വരാൻ താമസിച്ചു. അതുകൊണ്ട് തന്നെ ഈ മഴ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ് ഈ മഴ വന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ഡൽഹിയിലൊക്കെ ഈ വിൻ്ററിൽ തന്നെ ഏറ്റവും തണുത്ത കാലാവസ്ഥ, അതായത് തണുപ്പ് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. മറ്റ് ഹിമാലയൻ മേഖലകളിലൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ ആലിപ്പഴ വർഷവുമൊക്കെ നടക്കുന്നത്. ഓക്കെ, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സോനാമാർഗിലെ ആ ഹിമപാതം, അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുമ്പോഴേ അത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. സംഭവത്തിൽ 1-2 പേർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി കൃത്യമായിട്ടുള്ള ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. മറ്റ് ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വസിക്കാം. എന്നാലും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊപ്പം തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്.